ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുറേയായി വീഡിയോ ഒക്കെ ചെയ്തിട്ടും ഇപ്പം എനിക്ക് ഇൻസ്റ്റയിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ പോർച്ചുഗലിലേക്ക് ജോബ് സീക്കർ വിസയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിപാടികൾ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പോർച്ചുഗലിനെ പറ്റി ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് 1 വർഷവും 1 മാസവും ആവുന്നു. അപ്പം 1 വർഷത്തെ എൻ്റെ അഭിപ്രായമാണ്, പോർച്ചുഗലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ എക്സ്പെൻസുകളും ഇവിടെയുള്ള മനുഷ്യർക്ക് അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു പെരുമാറ്റവും ഒക്കെ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, പോർച്ചുഗലിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. യൂറോപ്പിൻ്റെ കുപ്പത്തൊണ്ടാണ് ഈ പോർച്ചുഗൽ എന്ന് പറഞ്ഞ ഈ രാജ്യം. കുപ്പത്തൊണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ, അല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ വൃദ്ധസദനം എന്നും പറയാം. കാരണം ഇവിടെ എൽഡർലി പീപ്പിൾസ് മാത്രമേ ഉള്ളൂ. ഈ വിവരവും വിദ്യാഭ്യാസവും ബോധമുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇനി എന്തുകൊണ്ട് ഇവിടെ വന്ന് കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാർഡ് കിട്ടാൻ വഴിയില്ലായിരുന്നു നമുക്ക്. ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് വന്നു കഴിഞ്ഞാലും പോർച്ചുഗലിൽ വന്ന് കാർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ദൈവം സഹായിച്ച് ഗവൺമെൻറ് ആ പരിപാടി എടുത്ത് കളഞ്ഞ് ഇനി ഇവിടെ വന്നാലും ആർക്കും കാർഡ് കിട്ടൂല. ഇവിടത്തെ വർക്ക് പെർമിറ്റിൽ വരികയാണെങ്കിൽ ഇവിടെ കാർഡ് കിട്ടും. സ്റ്റുഡൻറ്റിൽ, അതായത് ഇവിടെ പഠിക്കാൻ വരികയാണെങ്കിൽ, ഇവിടത്തെ വിസ എടുത്ത് ഇവിടെ പഠിക്കാൻ വരികയാണെങ്കിലും കാർഡ് കിട്ടും. അല്ലാതെ ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് വന്ന് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലീഗലി വന്നാലും ഇല്ലീഗലി വന്നാലും ഇനി ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ജോബ് സീക്കർ വിസയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജോലി കിട്ടാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഈ തൊലിഞ്ഞ ഭാഷ. ഈ പോർച്ചുഗലിലും പിന്നെ ഈ പോർച്ചുഗീസ് കോളനികളായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട്, അങ്കോള, ബ്രസീൽ, അങ്ങനെയുള്ള 2-3 രാജ്യങ്ങളിലും മാത്രമേ ഈ നശിച്ച ഭാഷയുള്ളൂ. ഈ ഭാഷയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കോണത്തിലെ ഭാഷയാണ്, അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റൂല. ആ ഭാഷ ഉണ്ടോ, ഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ ജോലി തരാം. ഇവരുടെ വിചാരം ഈ ലോകത്തുള്ള എല്ലാവരും ഈ പോർച്ചുഗീസ് ഭാഷയാണ് സംസാരിക്കുന്നത്. ഈ പോർച്ചുഗീസ് ഭാഷ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക്. ഇവിടെ വന്നിട്ട് ഈ തൊലിഞ്ഞ ഭാഷയും പഠിച്ച് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് എടുത്ത് വേറെ വല്ല രാജ്യങ്ങൾ, ഈ ഷെങ്കൻ ഏരിയയിൽ തന്നെ 29 രാജ്യങ്ങൾ എന്തുണ്ട്, 29 രാജ്യങ്ങളും 29 ഭാഷയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഭാഷ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും. അത് വല്ലാത്തൊരവസ്ഥയാണ്. ജോബ് സീക്കർ വിസയിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിസയിൽ തന്നെ ബയോമെട്രിക്സിന് ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിനുള്ളിൽ നമ്മൾ ജോലി കണ്ടുപിടിക്കുകയാണ്, കോൺട്രാക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോമെട്രിക്സ് കഴിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. ഇപ്പം സമ്മറാണ്, ജോലി കിട്ടാനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അഗ്രികൾച്ചറിൽ ജോലി കിട്ടാനുണ്ട്. എമിഗ്രൻസിനെ കംപ്ലീറ്റ് ഒഴിവാക്കുകയാണ് എന്നുള്ളൊരു നിയമമൊക്കെ വന്ന സ്ഥിതിക്ക് ആരും അഗ്രികൾച്ചർ വർക്കിന് പോകുന്നില്ല എന്നൊക്കെയാണ്. ഗ്രൂപ്പിലൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, മല്ലൂസിൻ പോർച്ചുഗൽ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആരും ഈ അഗ്രികൾച്ചർ വർക്കിനൊന്നും പോകരുത്, ഇവരെ നമ്മളെ അങ്ങനെ ആക്കുകയാണ് ഇങ്ങനെ ആക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ ജോലിയൊന്നും കിട്ടാനില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ഒടുക്കത്തെ റേസിസം എന്ന് പറഞ്ഞ ഒടുക്കത്തെ റേസിസമാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇമിഗ്രൻസിന്, അതായത് നമ്മൾ കേരളത്തിൽ ബംഗാളികളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, അതിനെക്കാട്ടിലും രൂക്ഷമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ. നമ്മളെന്ന് മാത്രമല്ല, എമിഗ്രൻസിനെ കാണുമ്പോൾ പറഞ്ഞ കാര്യമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ഫ്രണ്ടിലേക്ക് 2 സീറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളെ ഫേസ് ചെയ്ത് 2 സീറ്റ്, അങ്ങനെ 4 സീറ്റുള്ള ഒരു സംഭവം. അതിൽ ഞാൻ വിൻഡോ സീറ്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ട്രെയിനിൽ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ആൾക്കാർ നിൽക്കുകയാണ്. എന്നിട്ടും ഞാൻ രാജകീയമായി ഒറ്റയ്ക്ക് ഇരുന്ന് യാത്ര ചെയ്തു. എൻ്റെ അടുത്ത് ആരും വന്ന് ഇരിക്കുന്നില്ല. അതുകൊണ്ടെന്താ, നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ എൻ്റെ ഫോണിന് സഹായിച്ചില്ല. ഓക്കെ, അപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 4 പേരിരിക്കുന്ന സീറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നായിരുന്നു യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ആരും ഒന്നും ഇരിക്കുന്നില്ല. നമ്മൾ രാജകീയമായി ഒറ്റയ്ക്ക് ഇരുന്ന് യാത്ര ചെയ്ത്
ഇവിടെയുള്ള ആൾക്കാർക്ക് റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഇതാണ് പണ്ടാരം. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോൾട്ട് വിളിക്കാൻ പറ്റും. അതായത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാനൊക്കെ നമുക്ക് കാർ വിളിക്കാൻ പറ്റും. അപ്പം ആ സംഭവത്തിൽ ഒരു പോർച്ചുഗീസുകാരനെ എടുത്തിട്ട് സംസാരിച്ച്, ഇംഗ്ലീഷാണ് എൻ്റെ സുഹൃത്ത് സംസാരിച്ചത്. അപ്പം നീ പോർച്ചുഗലിലുള്ളത്, പോർച്ചുഗീസ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് അയാൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു. അയാൾ കളവൻ ഇംഗ്ലീഷ് അറിയാം, എന്നിട്ടും അയാൾക്ക് കുത്തിത്തിരിപ്പ്. എന്നിട്ട് അയാൾ റൈഡ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ പോർച്ചുഗലിലേക്ക് വന്നിട്ട് വരാനിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത റേസിസമാണ്. ഇതൊക്കെ താങ്ങാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല. കാരണം 5 വർഷം 6 വർഷമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അവർക്കും എനിക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാരണം ഞങ്ങളൊന്നും, അതായത് ഞാനും ഒന്നും നേടിയില്ല, ആ 5 വർഷമായിട്ട് വന്നവരും ഒന്നും നേടിയില്ല. ടാക്സ് അടച്ച് വെറുതെ ഇരിക്കാമെന്ന് മാത്രം. ഇവിടെ ടാക്സ് അടച്ചിട്ട് എന്താ കാര്യം? കാരണം മുമ്പ് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടുമായിരുന്നു, 5 വർഷം കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടുമായിരുന്നു, പാസ്പോർട്ടിന് എലിജിബിൾ ആവുമായിരുന്നു. അതും ഒരു 2 വർഷം കൂടെ കഴിഞ്ഞ് ഒരു 7 വർഷം ആകുമ്പോൾ നമുക്ക് പാസ്പോർട്ട് കിട്ടിയാൽ കിട്ടും. ഇപ്പോഴത്തെ പാസ്പോർട്ട് കിട്ടുന്നതിന്റെ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10 വർഷമാണ്. നമ്മളിവിടെ 10 വർഷം ടാക്സ് അടച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ എലിജിബിൾ ആവും. അതിനുശേഷം ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പാസ്പോർട്ട് കിട്ടിയാലായി. എന്തിനാണ് ഈ 10 വർഷമൊക്കെ ഇവിടെ ടാക്സ് അടച്ച് നിന്നിട്ട് പാസ്പോർട്ട് കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്? അപ്പോഴത്തേക്കും ഒരു 10 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വാല്യൂ കൂടിയിട്ട് ഈ ഷെങ്കൻ ഏരിയയിലേക്കൊക്കെ പാസ്പോർട്ടിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പേര് എൻ്റെ പേഴ്സണലായിട്ട് ഇത് ഈ ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ ജോബ് സീക്കർ വിസയിലും സ്റ്റുഡൻറ് വിസയിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വല്ലതും സ്റ്റുഡൻറ് വിസയിൽ വേറൊരു കാര്യം പറഞ്ഞുതരാം. സ്റ്റുഡൻറ് വിസയിൽ ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോണ പോലെ ഇവിടെയും വന്നിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ബാക്കി കടങ്ങളും നാട്ടിലത്തെ കടങ്ങളും ഇവിടെയുള്ള ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കാം എന്നുള്ള വ്യാമോഹത്തിൽ ആരും ഇവിടെ സ്റ്റുഡൻറ് വിസ എടുത്ത് വരണ്ട. കാരണം ഇവിടെ ജോലി കിട്ടിയാൽ ഭാഗ്യം, കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസ് വളരെയധികമാണ്. ലിസ്ബണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആണ്. നമുക്ക് റൂമിന് പോലും ഒരു ബെഡ് സ്പേസിന് 200, 250, 300 ബെഡ് സ്പേസിന്. റൂമാണെന്നുണ്ടെങ്കിൽ ഒരു 500 മുതൽ കിട്ടിയാലായി. ചിലപ്പോൾ കിട്ടും, തപ്പി പണ്ടാറടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 500-നൊക്കെ കിട്ടും. 600 മുതലൊക്കെ റൂം കിട്ടാണ്ട്. 800-ന് T0 എന്നുണ്ട്. അതായത് ഒരു ഹാളിൽ തന്നെ അടുക്കളയും ബാത്റൂമും ബെഡ് കിടക്കാനുള്ള സംഭവങ്ങളായിട്ടുള്ള T0 കിട്ടും, 800 euro. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പാർട്ട്മെന്റൊക്കെ നമുക്ക് നമ്മുടെ പേരിൽ റെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രീൻ റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. 3 മാസത്തെ ഗ്രീൻ റെസിപ്റ്റും IRS ക്ലോസ് ചെയ്ത, അതായത് നമ്മുടെ ഇൻകത്തിന്റെ സാധനം ടാക്സ് ക്ലോസ് ചെയ്തതിന്റെ പേപ്പറും സെക്യൂരിറ്റി ആയിട്ട് ഒരു പോർച്ചുഗീസുകാരനും, പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 2 മാസത്തെ വാടകയും പിന്നെ 1 മാസത്തെ റെന്റും, അങ്ങനെ എന്തൊക്കെയോ സ്കീമാണുള്ളത്. ഇത് ബാക്കി എല്ലാം ഓക്കെയാണെന്നുണ്ടെങ്കിലും പോർച്ചുഗീസുകാരെ കിട്ടൂല ഗ്യാരണ്ടി നിൽക്കാൻ. കാരണം ഇന്ത്യക്കാരെ അവർക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം എങ്ങനെയാണ് അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ പോർച്ചുഗലിലേക്ക് കയറി വരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റി ചിന്തിക്കേണ്ട കാലം ആയിരിക്കുന്നു. കാരണം പോർച്ചുഗലിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. ബേസിക് സാലറി ഇവിടെ 950 euro ആണുള്ളത്. ചെലവുകൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ചെലവുകളാണ്. ഇവിടെ റൂമിന് ഇപ്പം ഞാൻ അവിടെ ലിസ്ബണിൽ നിന്ന് ആ ഒരു ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ റൂമിന് 250. നമ്മളിപ്പോൾ ബോൾട്ട് പിന്നെ വേറെ സംഭവം, ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി റെന്റ് എടുക്കാൻ പറ്റും, വാടകയ്ക്ക് നമുക്ക് അക്കൗണ്ടും കിട്ടും. ഫുഡ് ഡെലിവറി ചെയ്യണം ബോൾട്ടിൻ്റെയോ ഗ്ലോവിൻ്റെ അക്കൗണ്ടും കിട്ടും. അപ്പോൾ പെർ ഡേ എൻ്റെ ഒരു സുഹൃത്ത് ഓടിയത് 8 euro ആയിരുന്നു അക്കൗണ്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. 60 euro ആയിരുന്നു ആഴ്ചക്ക് വണ്ടിക്ക് വാടക. അപ്പോൾ 240 euro വണ്ടിക്ക് വാടക കൊടുക്കണം. ഡെയിലി 5 euro 5 to 6 euro ഒക്കെ എണ്ണ അടിക്കും. എന്നിട്ടും കിട്ടുന്നത് ലിസ്ബണിൽ കിട്ടുന്നത് 25 euro അടുപ്പിച്ച് ആവറേജ് കിട്ടിയാലായി.
ഫുഡ് ഡെലിവറി ശോകമാണ്. ഒന്നാമത് സമ്മറാണ്. സമ്മറിൽ തീരെ ശോകമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വെയിൽ എന്ന് പറഞ്ഞ പ്രാന്താണ്. വെയിൽ കണ്ട് കഴിഞ്ഞാൽ അവർ വെറുത്ത് പുറത്ത് കൂടെയും ഒക്കെ ഇറങ്ങി നടന്ന് പണ്ടാരടങ്ങി നടക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിന്റർ സീസണിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന പോലെ നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്ത് സമ്മർ സർവൈവ് ചെയ്യാൻ പറ്റൂല. അതങ്ങനെ. പിന്നെ പോർച്ചുഗലിലേക്ക് കയറി വരാൻ നിൽക്കുന്ന ആൾക്കാരോട് പറയാണ്, ഇങ്ങോട്ടേക്ക് കയറി വരല്ലേ, വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് കയറിപ്പോ. വിസ കിട്ടി കയറി പ്രോപ്പറായിട്ടുള്ള വർക്ക് പെർമിറ്റിൽ കയറി പോകണം. അല്ലാതെ ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് അങ്ങോട്ടേക്ക് മാറി വേറെ ഏതെങ്കിലും വിസയിലോട്ട് മാറാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. അവസ്ഥയായിരിക്കും, ശോകമായിരിക്കും. പിന്നെന്താ, എൻ്റെ അടുത്ത് ഇതുപോലെ ഈ ജോബ് സീക്കർ വിസയിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വല്ല കാര്യമുണ്ടോ, പോർച്ചുഗൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കുറേ പേര്, ഒരു 5-8 കുറേയൊന്നുമില്ല, ഒരു 5-8 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ഇതേ ഡൗട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പോർച്ചുഗൽ ഒരു നശിച്ച രാജ്യമാണ്. ഇങ്ങോട്ടേക്ക് കയറി വരരുത്. വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് കയറി വരരുത്. കാരണം ഇവിടെ വന്നിട്ടൊന്നും നേടാനില്ല, ഒന്നും കിട്ടൂല. ആകെ മുന്തിരും കഞ്ഞിയാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കൂ. ഞാൻ അതുപോലെ നല്ല രസകരമായ ഒരു വീഡിയോ ഉണ്ടാക്കിയിടാം. ഓക്കെ, ബൈ, ടാറ്റാ. കാര്യം, നമ്മുടെ ചാനലിൽ 207 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.